മോനസ് എന്താ പരിപാടി? അപ്പോളേ പെർഫ്യൂമിൻ്റെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റ് ഓർഡർ കിട്ടുക എന്നുള്ളത്. അപ്പോൾ റിപ്പീറ്റ് ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലത്തെ സ്റ്റിക്കറുകൾ ബോട്ടിൽസിൽ ഒട്ടിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ. അത് 3ml ആണ്. നമ്മളെല്ലാത്തിനും സ്റ്റിക്കർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ സ്റ്റിക്കർ, ഇതൊക്കെ സ്റ്റിക്കറാണ്. ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഒന്ന് കാണിക്കാൻ തോന്നി. ചില ആൾക്കാർ ചോദിക്കലുണ്ട് എന്തൊക്കെയാണ് ഇവിടുന്ന് സ്റ്റിക്കർ ചെയ്യിക്കൽ, എങ്ങനത്തെ ചെയ്യിപ്പിക്കലെന്നൊക്കെ. അപ്പോൾ ഇത് നമ്മളെ നോർമൽ ഷീറ്റിൽ A3 ഷീറ്റ് എന്നിട്ട് പറയാൻ തോന്നുന്നുണ്ട്. അതിൽ നോർമൽ ഷീറ്റിൽ ലാമിനേഷൻ ചെയ്തതാണ്. അപ്പോൾ എന്താ വെച്ചാൽ പെർഫ്യൂം ആയിക്കഴിഞ്ഞാൽ പൂവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മറ്റേത് നമ്മൾ PVC ഷീറ്റിൽ ചെയ്തിരുന്നത്, അത് ലാമിനേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മഷി ഇളകി പോകുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ 3ml ആണ്. ഇനി ഓരോ ബോട്ടിലിനുള്ളത് അതിൻ്റെതായ രീതിക്ക് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്നുള്ളതെന്ന് പറയട്ടോ. കാരണം ഇത് നമ്മൾ കുറേ മാറി മറിച്ച് ചെയ്ത് ഇപ്പോൾ ഒന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു മോഡലാട്ടോ. ഇവിടെ 2 സൈഡിലും ഗ്യാപ്പ് ഇട്ട് കണ്ട് സെൻറ്ററിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മോഡൽ. ഇതാണ് നമ്മൾ ലോഗോ വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രയിലാണ്, തിരുപ്പതി പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒഴിവുണ്ടാകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യലാട്ടോ. ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി പൊന്നൂസ് ഉണ്ടെങ്കിലും പൊന്നൂസ് ഇതിലേറെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടെ നിൽക്കും കേട്ടോ. കുട്ടികളെ സപ്പോർട്ടൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു ഗെയിമായിട്ടാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഓനെ നല്ലപോലെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒതുക്കി വെക്കൊന്നും വേണ്ടടാ, അവിടെ ഇട്ടാൽ മതി ആയിക്കോട്ടെ, അതേമാതിരി അതിലിട്ടാൽ മതി. അപ്പോൾ ഇതേപോലത്തെ ഷീറ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെയൊക്കെ ഈ അച്ചാറിൻ്റെ ഈ കമ്പനികളിലൊക്കെ ബോട്ടിലുമൊക്കെ ഒട്ടിക്കണ ഷീറ്റില്ലേ, അതാണിത്. അതിന്മേൽ ലാമിനേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ആ ഷീറ്റാണ്. ഏകദേശം ഒരു 123 ഷീറ്റ് ഇപ്പോൾ ഇതുണ്ട്. ഇങ്ങനെ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ ചെറിയ റേറ്റും കാര്യങ്ങളും വരുള്ളൂ. അപ്പോൾ ഓരോ ഏരിയക്കും ഓരോ റേറ്റാവും. ഞാൻ ആദ്യമൊക്കെ ചെയ്തപ്പോൾ നല്ല റേറ്റ്, നല്ല ജാമാക്കലിന്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ടീമിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്തുകൊണ്ട് അത്ര റേറ്റ് കുറവുണ്ട് കേട്ടോ. മാന്യമായ റേറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഓരോ അളവിനുള്ളതാണ്. ഇത് 24ml ബോട്ടിൽമൊക്കെയുള്ളതാണ്. ഇതാണെങ്കിൽ 6ml ബോട്ടിൽമൊക്കെയുള്ളതാണ്. ഇതന്നെ പിന്നെ പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ബ്രാൻഡ് ആക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ അതും ചെയ്തിട്ട് കാര്യമാണ്. ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം പലരും എനിക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. കാരണം വരവും പോക്കും അങ്ങനെ നടക്കലൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അതേപോലെ ഓരോന്നിങ്ങനെ അപ്ഡേറ്റ് ചെയ്യണ്ട. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. എനിക്ക് ആദ്യമൊക്കെ ഒരു ഫാൾട്ട് വന്നിരുന്നേ. അതായത് ഈ ഒരു ലോഗോ ഈ ഒരു നമ്പറും ഡീറ്റെയിലും മാത്രമായി കണ്ട് അത്രയും ചെറുതായിട്ട് ഞാൻ ഉണ്ടാക്കി ചെയ്യുന്നത് കേട്ടോ. അത് ഒരു ഫാൾട്ടായി തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെയിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സ്റ്റിക്കർ പറഞ്ഞു പോന്നിരുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ മേലേക്ക് മറ്റേ തല വന്ന് ഒട്ടണ പോലെ അത്രയും വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു പോരുന്നില്ല. സ്റ്റിക്കറിൻ്റെ മേലെ തന്നെ സ്റ്റിക്കർ ഒട്ടുമ്പോഴേ. മറ്റേത് ബോട്ടിലിൻ്റെ മേലെ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ബോട്ടിൽ ഇപ്പോൾ വണ്ടിയിലൊക്കെ വെക്കുമ്പോൾ ഈറ്റായാലൊക്കെ പറഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ മാറിയിരിക്കണം. പിന്നെ ഇത് സാധാ ഷീറ്റിൽ ലാമിനേഷൻ ചെയ്തുകൊണ്ട് തന്നെ മഷി കാര്യങ്ങളൊന്നും ഇളകലില്ല. അത് PVCയിൽ ലാമിനേഷൻ ചെയ്ത എന്താ പാടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. PVCക്ക് റേറ്റ് നല്ല കൂടും. ഇതാകുമ്പോൾ ഒരു മീഡിയം റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഒരു ഷീറ്റിന്. ഇതേപോലെ ലാമിനേഷൻ ചെയ്ത് ഉള്ള ഷീറ്റ് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റാണ്. അതേപോലെ ഒരു സ്റ്റിക്കറിൻ്റെ അതേ മേലേക്ക് തന്നെ ഒട്ടണ പോലെ അളവെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇല്ല നമ്മൾ ആവശ്യത്തിന് ചെറിയ സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ ചിലപ്പോൾ ഈ ബോട്ടിലും ഈറ്റാവുമ്പോൾ പറഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഡിസൈൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അഭിപ്രായം പറയട്ടോ. ഇതാണ് നമ്മളെ ലോഗോ വരുന്നത്. പിന്നെ ഇവിടെ ഡീറ്റെയിൽ കാര്യങ്ങൾ, നമ്പർ, പിന്നെ നമ്മൾ ഇൻസ്റ്റ ഐഡിയും, പിന്നെ ഇമെയിൽ, പിന്നെ അത്തർ ബോട്ടിലായതുകൊണ്ട് നോൺ ആൽക്കഹോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, കൊറിയർ സർവീസ്. ഇങ്ങനെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 3ml ബോട്ടിലായതുകൊണ്ട് 3ml ബോട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽസുകൾ സെപ്പറേറ്റ്, അതുപോലെ ഇത് സെപ്പറേറ്റ് മൂടി, അതുപോലെ ഇതിൻ്റെ റോളർ സെപ്പറേറ്റ്, ഇങ്ങനെയാണ് വരിക. നമ്മൾ ആദ്യം അത് വന്നതിന് ശേഷം സ്റ്റിക്കർ ഇട്ട് പിന്നീട് നമ്മൾ ഈ റോളർ ഇതിൻ്റെ മേലെ ഇങ്ങനെ എല്ലാത്തിനും വെച്ചിക്കാണ്ട് പിന്നെ ടോപ്പ് ഇട്ടിട്ടാട്ടെ നമ്മളെ കടകൾക്ക് കൊടുക്കുക. പിന്നീട് അവർക്ക് എണ്ണീറ്റാണ് നമ്മൾ കൊടുക്കുക.
അവരെപ്പോഴും ആ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാർക്കും അങ്ങനെ അറിയില്ല, ഇതിങ്ങനെ സെപ്പറേറ്റ് ആണ് വരിക എന്നുള്ളത്. ഓരോന്നും സെപ്പറേറ്റ് വരിക. നമുക്ക് ചിലപ്പോൾ ഇതിൽ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തതിൽ നമ്മൾ തന്നെ വേറെ മേടിക്കണം കേട്ടോ. അങ്ങനെ കുറവുള്ള സാധനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ബാലൻസ് നമ്മൾ വെക്കലുണ്ട്, മാറ്റി വെക്കലുണ്ട്. കൂടുതലും ബോട്ടിലല്ല കുറവ് വരല്, മൂടിയോ അല്ലെങ്കിൽ ഈ റോളറോ, ഈ ബോളിൻ്റെ ഈ റോളറോ രണ്ടാലൊന്നാണ് വരിക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോൾ സെറ്റാക്കി നിർത്തി. പിന്നീട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണിക്കാണ്ട് നമ്മളെ സ്റ്റാൾക്ക് കൊടുക്കും. അതാണ് പരിപാടി. അത് പുതിയ സ്റ്റിക്കർ വന്നതുകൊണ്ടാണ് പുതിയ വീഡിയോ എടുത്തത് കേട്ടോ. പഴയ സ്റ്റിക്കർ ഇങ്ങനെയല്ലേ ഇല്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ സ്റ്റിക്കറും പഴയ രീതികളൊക്കെ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തി ഇങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. നമ്മളുടേതായ ഒരു ഐഡിയയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ഞാൻ സെൻറ്ററായിട്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ പല അത്തറും പല കളറും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാത്തത് കേട്ടോ. പിന്നെ അടിയിൽ ഗ്യാപ്പ് ഇട്ടിക്കണം. അടിയിൽ ഗ്യാപ്പ് ഇട്ടാൽ എന്താ വെച്ചാൽ ഇത് തീരാനാകുമ്പോൾ അറിയും ചെയ്യാലോ. എല്ലാ ബോട്ടിലും നമ്മൾ അങ്ങനെ ഇട്ട് ഡിസൈൻ ചെയ്തിരിക്കണേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത്തറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി. ഉപകാരപ്പെടുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അതായത് ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നല്ലൊരു പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യണമെന്നുള്ള രീതിക്കുള്ള പോക്കാണ് ഇപ്പോൾ പോണത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സപ്പോർട്ട് വേണം കൂടെ. Bye.